ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ചേട്ടൻ പിലോപ്പി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു പെട്ടെന്ന് കറി വെക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ എനിക്കൊരു കഷ്ണം പോലും കിട്ടത്തില്ല. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ചു. മീൻ നന്നാക്കാൻ വേണ്ടി പോയി. പിലോപ്പി അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കുള്ള പണിയാണ് നന്നാക്കൽ. എന്നാലും ഞാൻ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് എടുത്തു. എനിക്ക് ഒരിക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെത്തി നല്ലോണം കത്തി കൊണ്ട് ഒരിച്ചിട്ടാണ് ഇതാക്കാറ്. അങ്ങനെ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വറക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഓട്ടം വരികയാണെങ്കിൽ മീൻ വറുത്തതും ചോറും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ കറിക്കുള്ളത് ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഒക്കെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം ഞാൻ മീൻ ഇട്ട് കൊടുത്തു. സത്യം പറയാച്ചാൽ ഈ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ മുളകിടാൻ മറന്നുപോയി, അല്ല തക്കാളിയൊക്കെ ഇടാൻ മറന്നുപോയി കേട്ടോ. ഞാൻ പകുതി ആയപ്പോഴാണ് തക്കാളിയൊക്കെ ഇട്ടത്. അങ്ങനെ നമ്മളെ മീൻ വറുത്തത് അപ്പോഴത്തേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ഇതേ പകുതി ആയപ്പോഴുന്നത്. തക്കാളി മാത്രമല്ല ഉപ്പും ഞാൻ ലാസ്റ്റ് അങ്ങനെ ഇട്ടത് മറന്നുപോയി. പെട്ടെന്ന് തന്നെ ഞാൻ പയറും കുക്കറിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കറിക്കുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞ ബാക്കിയുള്ള തേങ്ങ കേട്ടോ അത് ഞാൻ പയറിൻ്റെ അകത്തേക്ക് ഇട്ടു. ലാസ്റ്റ് ആയപ്പോൾ അതേ മീനിൻ്റെ അകത്ത് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ 2-3 പപ്പടം കൂടി ഉണ്ടായിരുന്നു, അതും കൂടെ വറുത്തു. പെട്ടെന്ന് വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്നെക്കൊണ്ടാവുന്ന കറികളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതേ കറിയൊക്കെ ആയി. ചേട്ടന് ചോറിട്ടു. ചേട്ടൻ ചോറ് കഴിച്ച് പോയി. മോക്ക് അവിടെ ഇരിക്കുന്നുണ്ട്, അവൾ ചോറ് കഴിക്കാൻ വേണ്ടി. ഞാനും കൂടെ കഴിച്ചു. സാധാരണ അവൾക്ക് വാരി കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാറ്. ഇന്ന് അവൾ തന്നെ ഇരുന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.